ഇനി നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശ ഇഡ്ഡലിയൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് പച്ചരി, ഉഴുന്ന്, മട്ടരി, ചെറുപയർ, റാഗി, ഉലുവ ഇതെല്ലാം കൂടെ കഴുകി 2-3 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് മിക്സിയിൽ അടിക്കുന്ന ടൈമിൽ ഇതിലേക്ക് 2 സ്പൂൺ ചോറും 2 പിഞ്ച് ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അടിച്ചിട്ടെടുക്കട്ടോ. കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററായിട്ടാണ് അരച്ചെടുത്തിട്ടുണ്ടാകുന്നത്. പിന്നെ രാവിലെ ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കട്ടോ. ഈ ഒരു ടൈമിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാൻ കാരണം അതിൻ്റെ പുളിയൊക്കെ ഒന്ന് പോയി പാകത്തിലായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ദോശ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ചെയ്യും കേട്ടോ. പിന്നെ എന്താ പറയുക, നെയ്യും നല്ലെണ്ണയൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് ദോശ ചുട്ടെടുത്തിട്ടുള്ളത്. നെയ്യ് റോസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇതേ സംഭവങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇഡ്ഡലി ബാറ്റർ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ചട്നി ഉണ്ടല്ലോ, അതൊരു 5-6 വീഡിയോ മുന്നേയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണ്ടവർ പോയി കാണാൻ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. അപ്പോൾ ഇതുപോലെ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.